നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ലാസ്റ്റ് ഡേ ഓഫ് 2024. ആക്ച്വലി എനിക്ക് തന്നെ ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഐ തിങ്ക് ഓൾമോസ്റ്റ് 1.5 വർഷം 2 വർഷത്തിൻ്റെ അടുത്തായി എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ എനിക്കിപ്പോൾ കാരണം കഴിഞ്ഞ വർഷം ഞാൻ ന്യൂ ഇയറിൻ്റെ ഇട്ടിട്ടുണ്ട്, ഈ വർഷം ഇടുന്നുണ്ട്. സോ എവിടേക്കോ നമുക്ക് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് ഞാനും ഓർക്കുകയാണ് ഇന്നത്തെ ദിവസം. എൻ്റെ എല്ലാവരും ഗൈഡൻസ് മെസ്സേജ് ഒന്നിന്ന് കാണുക. എനിക്ക് കാരണം നിങ്ങൾക്ക് 2025ലേക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒന്ന് അത് കാണാൻ ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, 2024 നിങ്ങൾക്ക് 2025 വളരെ നല്ലതാവട്ടെ എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ഇന്ന് റിലേഷൻഷിപ്പ് റീഡിങ് എടുത്തളയാമെന്ന് വിചാരിച്ചു. ബിക്കോസ് എല്ലാവരും കുറച്ച് ആങ്ഷ്യസ് ആയിരിക്കും അതിനെക്കുറിച്ച്. ഈ 2025 നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓക്കെ ഓവറോൾ അല്ലെങ്കിൽ ജനുവരി എന്ന് പറയാം അല്ലേ, ജസ്റ്റ് ജനുവരിക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടി ഈ ജനുവരി നിങ്ങൾക്ക് 2025 നിങ്ങൾക്ക് റിലേഷൻഷിപ്സിൽ എന്താ കൊണ്ടുവരുന്നത് നോക്കാം. ഓക്കെ, ടാരോ വേണോ എന്നാണ് ഞാൻ ആലോചിച്ച്, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ജസ്റ്റ് ഓവറോൾ എനർജി ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ വുമൺ ഹോൾഡിംഗ് കോയിൻ, അപ്രിസിയേഷൻ, വെരി ഗുഡ്. Indecision, Magician and the Mirror, Goddess of the Moon, Broken Heart, Contracts, The Thinking Woman, തേർഡ് ചക്ര ആർക്കേഞ്ചൽ, മൈക്കൽ ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത്. രണ്ടും ഒരേ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ ഓവറോൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ വ്യൂവർ ആരായാലും ശരി, ഓക്കെ, മാൻ ആയാലും വുമൺ ആയാലും നിങ്ങൾ ആര് വാച്ചിങ് ആണെങ്കിലും ശരി, നിങ്ങളുടെ ലൈഫിൽ എനിക്ക് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ് എനിക്ക് മെയിനായിട്ട് കാണുന്നത്. ഓക്കെ, നിങ്ങൾ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നതാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ കോൺഫിഡൻസ്, ഓക്കെ, നിങ്ങളുടെ സ്വന്തം കോൺഫിഡൻസ്. ഓക്കെ, ഇതിവിടെ തേർഡ് ചക്ര ആർക്കേഞ്ചൽ ഷാമുവൽ പറയുന്നത് നമ്മുടെ കോൺഫിഡൻസിന്റെ കാര്യമാണ്. ആൻഡ് അതേപോലെ ഇതും സ്ട്രെങ്ത് ആണ് പറയുന്നത്. സ്ട്രെങ്ത്, കോൺഫിഡൻസ് രണ്ടും യെല്ലോ കളേഴ്സ് ആണ്. ആൻഡ് ഇവിടെ ഇത് സണ്ണും ഉണ്ട്. സോ സണ്ണും പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോളാം, അവിടെയും യെല്ലോ കളർ സൺ നമ്മുടെ സ്ട്രെങ്ത് എന്ന രീതിയിലാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾ സെൽഫ് ലവ് വർദ്ധിക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾ അവനവൻ്റെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നുണ്ട്. എവിടെയോ നിങ്ങൾ കരിയറിൻ്റെ കാര്യത്തിൽ ലേഡീസ് ആവണമെന്നില്ല, ഓക്കെ, ജെൻസ് ആയാലും, ഓക്കെ, നിങ്ങൾ ജെൻസ് എന്ന് എടുത്തോളൂ, ഓക്കെ, ജെൻസ് ആയാലും, ഓക്കെ, നിങ്ങൾ കോൺഫിഡൻ്റ് ആവും, വളരെയധികം സ്ട്രോങ് ആവും. നിങ്ങളുടെ തന്നെ ഒരു വാല്യൂ നിങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങളുടെ സ്വന്തം കരിയർ ഗ്രോത്ത്, ഫൈനാൻഷ്യൽ ഗ്രോത്ത്, അങ്ങനത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എനിക്ക് നമ്മൾ റിലേഷൻഷിപ്പാണ് എടുത്ത്, പക്ഷേ അതിലെനിക്ക് മെയിൻ എനർജി പക്ഷെ നിങ്ങളുടെ വളരെ പോസിറ്റീവ് എനർജി ആണ്. അത് തന്നെയാണ് വേണ്ടതും. ഓക്കെ, ഒരിക്കലും നിങ്ങൾ സംശയിക്കേണ്ട. എന്നിട്ട് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെ സ്ട്രോങ്ങും എൻ്റെ കരിയറും നോക്കി നടന്ന ബന്ധങ്ങൾ എന്താവും എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കേണ്ട. ഓക്കെ, നിങ്ങൾ ആ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ അട്രാക്ട് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പോഴേ നിങ്ങളിലേക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി വരുന്ന ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുള്ളൂ. ഓക്കെ, സോ ഇതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ കോൺഫിഡൻസ്, നിങ്ങളുടെ കരിയർ, നിങ്ങൾ അതിലെല്ലാം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് നല്ലത് വരും. എനിവേ ഞാൻ പറയാം. ഓക്കെ, ഇവിടെ അപ്രീസിയേഷൻ കാണുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും, നിങ്ങളെ മറ്റുള്ളവർ മാനിക്കാൻ തുടങ്ങും. ഓക്കെ, നിങ്ങളുടെ ഒരു ഗ്രോത്ത് കണ്ടിട്ട് മറ്റുള്ളവർ നിങ്ങളെ മാനിക്കാൻ തുടങ്ങും. അതിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ, നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിക്കുമെന്ന് പറയാം. ഓക്കെ, അവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും, നിങ്ങളുടെ കഴിവും ഗ്രോത്തും കണ്ട് അവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ഇൻഡിസിഷൻ കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. ഇനി നമ്മൾ ജനുവരിയിൽ പറയുമ്പോൾ ഐ തിങ്ക് നിങ്ങൾ മേ ബി ഒരു ചെറിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നാം. ദാറ്റ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ലേ, എന്താവും എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നാം. എനിക്ക് പേഴ്സണും ആലോചിക്കുന്നുണ്ടാവാം, ഈ റിലേഷൻഷിപ്പിൽ എന്ത് വേണം എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ടാവാം. ഇവിടെ തിങ്കിങ് വുമൺ ഉണ്ട്. സോ രണ്ടുപേരും ഐ തിങ്ക് ഒരു തിങ്കിങ് എനർജിയിലായിരിക്കും കൂടുതലും. ഓക്കെ, ജനുവരി ഐ തിങ്ക് നിങ്ങൾ നല്ലോണം കോൺടെംപ്ലേറ്റ് ചെയ്യും, എന്താണ് ഈ ബന്ധത്തിൽ ഇനി മുന്നോട്ട് എന്ന് ചിന്തിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. ആൻഡ് രണ്ടുപേരും ഒരു തീരുമാനം എടുക്കാനുണ്ട്, ചില തീരുമാനങ്ങൾ ഡിസിഷൻസ് എടുക്കാനുണ്ട് എന്ന രീതിയിൽ ഈ ജനുവരിയുടെ മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ തീരുമാനിക്കും ദാറ്റ് ഞാൻ വളരെ സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുമെന്ന് തീരുമാനിക്കും. ആൻഡ് അത് കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. അവർ നിങ്ങളെ ചൂസ് ചെയ്യണോ വേണ്ടേ എന്ന കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഐ തിങ്ക് അവർ നിങ്ങളെ ചൂസ് ചെയ്യും എന്നും പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ മജീഷ്യൻ ആൻഡ് ദ മിററാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. ഓക്കെ, മജീഷ്യൻ ആൻഡ് ദ മിറർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഒരു കഥയുണ്ട്. അതിൽ ഒരാൾ
ഇങ്ങനെ ഒരു മജീഷ്യൻ ഇരുന്ന് ഇങ്ങനെ ഒരു എനിവേ ഒരു കഥയുണ്ട് അതിൻ്റെ പോട്ടെ, അറിയുന്നവരൊക്കെ ഇല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ചില മായ എന്ന് പറയാം. ഓക്കെ, അതിനെയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ഐ തിങ്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും എന്തൊക്കെയാണ് നിങ്ങൾ ഐ തിങ്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾ ക്ലാരിറ്റി നിങ്ങൾക്ക് വരും, മനസ്സിലാക്കും കാര്യങ്ങൾ എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ഗോഡസ് ഓഫ് ദ മൂൺ ഉണ്ട്. മൂൺ എനർജി ഐ തിങ്ക് നിങ്ങളെ നല്ലോണം ഹെൽപ്പ് ചെയ്യും. സോ മൂൺ എനർജി യൂസ് ചെയ്ത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ചെയ്യാം. നമ്മൾ പലപ്പോഴും ഞാൻ ഇതിൽ റീഡിങ്സ് ഇടാറുള്ളതാണ്. ഫുൾ മൂൺ, ന്യൂ മൂൺ സമയത്ത് മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സും റിലീസിങ് ഒക്കെ ഞാൻ പറഞ്ഞു തരാറുണ്ട്. അത് വീഡിയോസ് ഫോളോ ചെയ്യാൻ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ മൂൺ എനർജി നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ വളരെ ഇമോഷണൽ ആൾക്കാരാണ്. ഓക്കെ, നിങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ബട്ട് നിങ്ങൾ കുറച്ചുകൂടി ഇപ്പോൾ പ്രാക്ടിക്കൽ ആവാൻ തുടങ്ങുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് മൂണിൻ്റെ പവർ നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾ വളരെയധികം ഇൻറ്റ്യൂട്ടീവ് പേഴ്സൺ ആണ്, പീപ്പിളാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ നല്ലോണം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആക്ച്വലി എല്ലാം നോളജ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, എല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിട്ടും കാണുന്നുണ്ട്. ഓരോ ഫുൾ മൂണൊക്കെ ന്യൂ മൂണൊക്കെ വന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതൊരു സൈക്കിളായിട്ട് എടുക്കുക. ഒരു ഫുൾ മൂൺ ന്യൂ മൂണൊക്കെ വരുമ്പോൾ ഓരോ സൈക്കിളാണ്. നിങ്ങൾക്ക് ആ ഓരോന്നും കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ക്ലിയർ ആയിക്കൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഒക്കെ വരും. ഞാനിവിടെ ഹാർട്ട് ബ്രേക്ക് ആൻഡ് കോൺട്രാക്ട്. ഓക്കെ, ഇത് കാണുമ്പോൾ നെഗറ്റീവായിട്ടല്ല തോന്നുന്നത്. നിങ്ങൾ ഹാർട്ട് ബ്രേക്ക് ഒന്ന് പുറത്ത് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ഹാർട്ട് ബ്രേക്ക് ഒന്ന് പുറത്ത് വന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കമ്മിറ്റ് ചെയ്യാൻ തയ്യാറാവുന്നതാണ് എനിക്ക് കാണുന്നത്. ജസ്റ്റിസ് എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാർ നിങ്ങൾക്ക് ന്യായം തരും എന്നെടുക്കാം. ഓക്കെ, കാരണം നിങ്ങളുടെ പേഴ്സൺ മേ ബി തീരുമാനവും ആക്ച്വലി ജസ്റ്റിസും രണ്ടും കിട്ടുന്നുണ്ട് ഇവിടെ. സോ യെസ്, മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യാൻ തയ്യാറാവും. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്ത് ന്യായമായ രീതിയിൽ അവർ നിൽക്കും, അങ്ങനെ പറയാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ന്യായമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ വേണ്ട എഫേർട്സ് അവരെ ഭാഗത്തുനിന്ന് വേണ്ടതും അവരിടും. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഐ തിങ്ക് നിങ്ങൾ മാറി വരാൻ പോവാണ്. സിറ്റുവേഷൻസ് ചേഞ്ച് ആയിട്ട് വരാൻ പോവാണ്. ഓവർ തിങ്കിങ്ങിലേക്ക് പോകണ്ട നിങ്ങൾ എന്തായാലും. ഓക്കെ, ഇവിടെ തിങ്കിങ് വുമൺ എന്ന് കാണുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഒരുപാട് ആലോചിച്ച്, അല്ലെങ്കിൽ ഐ തിങ്ക് രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് മുന്നോട്ട് വേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് കാണുന്നത്. 1-2 കാർഡ്സ് കൂടി എടുത്തേക്കാം. ചാടി വന്നത് ഇരുന്നോട്ടെ, നല്ല കാർഡ്. വുമൺ ഹോൾഡിങ് എ ഹാർട്ടും ഉണ്ട്. ആൻഡ് ജേർണി ഒന്നുകൂടെ എടുക്കാം. 7 ചക്ര ആർക്കേഞ്ചൽ. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് പവർ നിങ്ങളുടെ കൂടുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ വളരെയധികം ഇൻറ്റ്യൂട്ടീവ് നിങ്ങളുടെ ഗ്രോത്ത് ആണ്. ഓക്കെ, അതായത് നിങ്ങൾ മൂണുമായിട്ട് കണക്ട് ചെയ്യുക, നിങ്ങൾ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുക, എവിടെയോ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യുക. ആ രീതിയിലൊക്കെ നിങ്ങളുടെ ഒരു വളർച്ചയാണ്. നിങ്ങളൊരു ശരിക്കും വളരെ ക്വീൻ എന്ന ലെവലിൽ എത്തുന്നത് എല്ലാം നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുകയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ആക്ച്വലി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫീലിങ്സുമായിട്ട് വരും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ, നിങ്ങളൊരു കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നത്. ഓക്കെ, അവർക്കും ചില കാര്യങ്ങൾ മനസ്സിലാക്കും എന്ന രീതിയിൽ പറയാം. ഓക്കെ, പേഴ്സണിന് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവും. നിങ്ങളെ വളരെ റെസ്പെക്റ്റോടെ അവർ കാണും. ഓക്കെ, ഒന്നാമത്തെ കാര്യം. ആൻഡ് നിങ്ങൾക്ക് അവരെ ഹാർട്ട് ഓഫർ ചെയ്യുന്നതായിട്ടാണ്. ഓക്കെ, ജെൻസ് ആയാലും ലേഡീസ് ആയാലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ നിങ്ങൾ മാൻ വാച്ചിങ് ആണെങ്കിൽ നിങ്ങളുടെ ലേഡി പേഴ്സൺ നിങ്ങൾക്ക് ഹാർട്ട് ഓഫർ ചെയ്യുന്നു എന്ന് പറയാം, നിങ്ങളുടെ സ്നേഹം ഓഫർ ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ജെൻസ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം. ഓക്കെ, റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഹാർട്ട് ബ്രേക്ക് ഹീലാവും. ഓക്കെ, നിങ്ങൾ ഹാർട്ട് ബ്രേക്ക് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് അല്ലെങ്കിൽ ഒന്നായി അല്ലെങ്കിൽ ഹീലാവും എന്ന് പറയാം. ജേർണി കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പരസ്പരം മീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടോ യാത്ര കാണുന്നുണ്ട്. അത് മീറ്റിംഗ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ പരസ്പരം മീറ്റ് ചെയ്യാൻ തീരുമാനിക്കാം, കാണാനുള്ളൊരു അവസരമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ജേർണി എന്ന രീതിയിൽ റിലേഷൻഷിപ്പിൻ്റെ ജേർണി മുന്നോട്ട് പോകുന്നു എന്നെടുക്കാം. ഓക്കെ, സോ അതിൻ്റെ ഒരു ഗ്രോത്ത് എനിക്കിവിടെ കാണുന്നുണ്ട്. ചില അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഈ ക്ലാഷസ് ഒക്കെ ഒന്ന് ശരിയാവണമെങ്കിൽ മേ ബി ചില കോൺവെർസേഷൻ വേണ്ടി വരും, അല്ലേ? അല്ലാതെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ആലോചിച്ച് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്നതായിട്ടാണ് കാണുന്നത്. അതിന് പക്ഷേ മെയിൻ കാര്യം ഇത് മറക്കരുത്. ഓക്കെ, നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്, നിങ്ങളുടെ ധൈര്യം, അവനവൻ്റെ വാല്യൂ തിരിച്ചറിയൽ അങ്ങനെ ചെയ്യുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുള്ളൂ. നിങ്ങളിലേക്ക് നല്ല ബന്ധങ്ങൾ വരും. അത് ഈ പേഴ്സൺ തന്നെയായിട്ട് എടുക്കാം, നിങ്ങൾ ചോദിക്കുന്ന പേഴ്സൺ തന്നെ എടുക്കാം. നമുക്ക് ഇപ്പോൾ തൽക്കാലം പുതിയ പേഴ്സണായിട്ടല്ല കണ്ടത്. സോ
നിങ്ങളെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും. കോൺട്രാക്ട്, അതായത് നിങ്ങൾ തമ്മിലൊരു എന്തെങ്കിലും ലീഗലി കോൺട്രാക്ട് ആയാലും ശരി, മാരേജ് ആയാലും ശരി, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ട് മുന്നോട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ തയ്യാറാവും. ഓക്കെ 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 ഞാൻ ഈ ഡെക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ നിങ്ങൾക്ക് മെസ്സേജസ് വേറെ എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം റിലേഷൻഷിപ്പിനെ കുറിച്ച്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ മെസ്സേജസ്. ഹാർട്ട് ബ്രോക്കൺ, സെയിം തിങ്. ഓക്കെ, ദ ഡ്രാഗൺ ഫ്ലൈ, മിറർ, സേ വാവ്, എല്ലാം സിമിലർ ആണല്ലോ. ഡേറ്റ്, ആസം, ബ്ലോയിങ് കിസ്, മതി അല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ വേറെ ഡെക്ക് കൂടി യൂസ് ചെയ്യണം എന്നുണ്ട് എനിക്ക്. നോക്കട്ടെ, ലെറ്റ്സ് സീ. കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം. പാഷൻ, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, ക്രിയേറ്റിവിറ്റി, ഡിവൈൻ ടൈമിംഗ്, വാവ്. ഒന്നുകൂടി എടുക്കാൻ തോന്നുന്നു എനിക്ക്. നമ്മൾ നേരത്തെ വന്ന കാർഡിൽ എന്താ ഉണ്ടായിരുന്നത്? റെക്കഗ്നീഷൻ അല്ലേ? നമ്മൾ എന്തായിരുന്നു അത്? മറന്നുപോയി, സോറി. ഐ തിങ്ക് ഞാൻ ഷഫിൾ ചെയ്തോ. എത്ര കാർഡ്സ് റിപ്പീറ്റ് വന്നിരിക്കുന്നത് നോക്കിക്കോളൂ കേട്ടോ. ഞാനിത് എപ്പോഴും വിചാരിക്കും, തിരിച്ചു വെക്കുമ്പോൾ ഞാൻ വിചാരിക്കും അത് ആവശ്യം വരും. ഇപ്പം അങ്ങനെ തന്നെയാണ് ഉണ്ടായി. ഓക്കെ, സി ഇതിപ്പോൾ അപ്രീസിയേഷൻ, റെക്കഗ്നീഷൻ വന്നിട്ടുണ്ട്. സെയിം കാർഡ്സ്. ആൻഡ് ബ്രോക്കൺ ഹാർട്ട്, സെയിം തിങ്. ഹാർട്ട് ബ്രോക്കൺ, ബ്രോക്കൺ ഹാർട്ട്, മജീഷ്യൻ ആൻഡ് ദ മിറർ, സെയിം തിങ്. മിറേഴ്സ്, യെസ്. ഓക്കെ, കുറേ കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് ഓൾറെഡി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ റിപ്പീറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, ക്യാമറ, യെസ്, നിങ്ങളെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ പോസിബിൾ ആണ്, നോ ഡൗട്ട്. ഓക്കെ, കാരണം ഇവിടെ ഡേറ്റ് ആൻഡ് ഗ്ലോയിങ് കിസ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹം പങ്കുവെക്കാനുള്ള സാധ്യതയാണ്. സാധ്യത അല്ല, നടക്കും. ഓക്കെ, നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലെടുക്കുക. യെസ്, നടക്കും എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ഓക്കെ, നിങ്ങളുടെ നിങ്ങൾ ഹാർട്ട് ബ്രേക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തു വരും. ഓക്കെ, നിങ്ങൾക്ക് വീണ്ടും ഒരു റീയൂണിയൻ പോസിബിൾ ആണ്. പേഴ്സണും ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുന്നുണ്ട്, അവർക്കും വിഷമമുണ്ട് നിങ്ങളെ വിട്ട് നിൽക്കുമ്പോൾ. നിങ്ങളുടെ വിഷമങ്ങൾ എന്തായാലും മാറും, ഉറപ്പാണ്. ഓക്കെ, ഡ്രാഗൺ ഫ്ലൈ ഉണ്ട് ഇവിടെ. ലൈറ്റ് ഹാർട്ടഡ് ആൻഡ് അഡാപ്റ്റ്, ഫൈൻഡിങ് ഔട്ട് ചേഞ്ച്, തിങ്സ് കമ്മിങ് ടു ലൈറ്റ് ആൻഡ് ഹീൽ. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ ഹീൽ ആവുന്നു എന്നാണ് പറയുന്നത്. ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ തുമ്പിയാണ്. ഓക്കെ, തുമ്പിയെ കാണുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയോ ചേഞ്ചസ് വരുന്നു, മാറ്റങ്ങൾ വരുന്നു എന്നൊക്കെയാണ് കാണിക്കുന്നത്. പോസിറ്റീവാണ് കാണിക്കുന്നത്. ഓക്കെ, പോസിറ്റീവായ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, റിലേഷൻഷിപ്പിൽ, ഓക്കെ, ബന്ധങ്ങൾ കുറച്ചുകൂടി ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയും. ഞാൻ പറഞ്ഞു ഓൾറെഡി. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. ആൻഡ് ഇവിടെ അത് ഹീലാവും എന്ന രീതിക്കാണ്. നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഹീലാവും. ഓക്കെ, ആൻഡ് ഇവിടെ മിറർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിററിങ് ഈച്ച് അതർ, സെൽഫ് റിഫ്ലക്ഷൻ, ഇൻട്രോസ്പെക്ഷൻ. ഓക്കെ, മജീഷ്യൻ ആൻഡ് ദ മിറർ കുറച്ച് വേറെ ആയിരുന്നു. അതായത് നിങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇത് പറയുന്നത് മിറർ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് പുറത്ത് നടക്കുന്നത്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചാൽ നെഗറ്റീവ് തന്നെ നടക്കും. ഓക്കെ, പേഴ്സൺ എന്നെ വേണ്ട, അവർക്ക് എന്നോട് ഇഷ്ടമില്ല, വേറെ ആരും ഉണ്ട്, അങ്ങനെ ഇങ്ങനെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ അത് തന്നെ നടക്കും. അതാ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചിന്തകൾ മാറ്റാം. ഓക്കെ, ഇത് കാണുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, ഇപ്പം എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും ശരി, പേഴ്സൺ എന്നോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, അവർ വരും, തീർച്ചയായിട്ടും വരും, അവരെന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, എന്നെ മിസ് ചെയ്യുന്നുണ്ട്, അവരെൻ്റെ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കൂ. അത് തന്നെ അവിടെ നടക്കും. ഓക്കെ, എനിക്ക് കോൺടാക്ട് ചെയ്യും, എന്നോട് മെസ്സേജ് ഇടും, ഉറപ്പാണ് എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കും. ഓക്കെ, എന്ന് വെച്ചിട്ട് പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ ഫോൺ നോക്കിയിരിക്കരുത്. ഓക്കെ, വരുന്നുണ്ടോ, വെയിറ്റ് ചെയ്യുന്നു, വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കരുത്. നിങ്ങൾ ഹാപ്പി ആയിട്ട് നടക്കുക. ആ ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ, യെസ് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് നിങ്ങൾ നടക്കുക. ഓക്കെ, ഫോൺ നോക്കാൻ നിൽക്കരുത്. ഫോൺ വന്നാൽ നിങ്ങൾ മിസ്സായാലും പ്രശ്നമല്ല. ഓക്കെ, യു വിൽ ബി ഏബിൾ ടു കണക്ട്. അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഒരു കോൾ മിസ്സായാലും സാരില്ല, പിന്നെ വിളിച്ചോളും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഫോണിനെ മാറ്റി വെച്ച് നിങ്ങൾ നടക്കുക, ഹാപ്പി ആയിട്ട് നടക്കുക, നിങ്ങൾ എൻജോയ് ചെയ്യുക. കാരണം ആ സന്തോഷം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് ഫോണിനെ വരെ മാറ്റി വെച്ച് നിങ്ങൾ വന്നാൽ വരട്ടെ, വരും എന്ന് ഉറപ്പിക്കുക. ഓക്കെ, അതൊന്നും മിസ്സായാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പിന്നെ ആയാലും ഞാൻ തിരിച്ച് വിളിക്കാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവരെന്നെ കോൺടാക്ട് ചെയ്തോളും വീണ്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് ഇവിടെ റെക്കഗ്നീഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള നിങ്ങൾക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ ആണ് ഇവിടെ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഗ്രോത്ത്. ഓക്കെ, നിങ്ങളുടെ ജോലി അതിലൊക്കെ നിങ്ങൾ ഗ്രോ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. ഓക്കെ, അവർ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കും. നിങ്ങളുടെ ഒരു പവറിൽ നിങ്ങൾ നിൽക്കുമ്പോഴേ അവർ
അപ്പോഴേ നിങ്ങൾക്ക് സ്നേഹം കിട്ടും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഒരിക്കലും നിങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം മാറ്റി വെച്ച് ഒന്നും ചെയ്യാതെ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവരൊരിക്കലും നിങ്ങളെ വാല്യൂ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് അവർക്കും തോന്നുക ഓക്കെ വാവ് ആ പേഴ്സൺ ചെയ്യുന്നത് നോക്കൂ എന്ന് അവർ അപ്പോഴേ വിചാരിക്കുള്ളൂ. ഓക്കെ, പാഷൻസ് ഉണ്ട്. ഡോണ്ട് ബി അഫ്രൈഡ് ടു ഫെയിൽ, ഫോളോ വാട്ട് മേക്സ് യു ഹാർട്ട് ഹാപ്പി. ഓക്കെ, ഇത് നമ്മൾ ആ രീതിക്ക് എടുക്കുന്നത്, നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ എടുക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, റിലേഷൻഷിപ്പിലെ പാഷൻസ് ആക്ച്വലി ഫോട്ടോ വെച്ച് നോക്കുമ്പോൾ റിലേഷൻഷിപ്സിൽ നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ തമ്മിൽ ഒന്നിക്കും എന്ന് പറയാം. നിങ്ങളുടെ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സിനെ മാറ്റിയെടുക്കുക, നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റിയെടുക്കുക. ഓക്കെ, കാരണം അതാണ് നിങ്ങൾ ഇവിടെ ബ്ലോക്കേജ് വരുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചാൽ നെഗറ്റീവ് തന്നെ നടക്കും. ക്രിയേറ്റിവിറ്റി, നിങ്ങൾ ഹാവ് ഫൺ, എക്സ്പ്രസ് യുവർ സെൽഫ് ഇൻ ന്യൂ വേസ്. നിങ്ങൾ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചില്ലേ ബ്ലോക്ക് ചെയ്ത് പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കാം. ഓക്കെ, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. ആ ബ്ലോക്ക് ചെയ്ത് പോയാൽ പൊക്കോട്ടെ, 2 ദിവസം ദേഷ്യമല്ലേ, അത് കഴിഞ്ഞാൽ ശരിയായിട്ട് വരും, അങ്ങനെ ചിന്തിക്കാൻ പഠിക്കൂ. ഓക്കെ, കുറച്ചൊക്കെ നിങ്ങളൊന്ന് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ആൻഡ് ഇവിടെ ഡിവൈൻ ടൈമിങ് ആൻഡ് ട്വിൻ ഫ്ലെയിം ഉണ്ട്. കുറച്ച് പേർക്ക്, ചിലവർക്ക് നിങ്ങൾ ഇവിടെ കാണുന്നവർ ട്വിൻ ഫ്ലെയിംസ് ഉണ്ടാവാം, എല്ലാവരും എന്നല്ല. ഓക്കെ, ട്വിൻ ഫ്ലെയിംസ് റെയർ ആണ്, കുറച്ച് പേരെങ്കിലും ഇവിടെ ട്വിൻ ഫ്ലെയിംസ് ഉണ്ടാവാം. സ്പിരിച്വൽ കണക്ഷൻ ആയിട്ട് കാണുന്നുണ്ട്. സോ ഇവിടെ എവറിത്തിങ് ഹാസ് എ ഹയർ പർപ്പസ്. ഓക്കെ, ചില ഡിവൈൻ ടൈമിൽ എന്ത് തന്നെയായാലും, ഇപ്പോൾ നിങ്ങളുടെ സാധാരണ എന്ത് റിലേഷൻഷിപ്പ് ആയാലും, സോൾവേറ്റ് ആയാലും പാസ്റ്റ് ലൈഫ് ആയാലും എന്ത് തന്നെ ആയാലും, ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഡിവൈൻ ടൈമിൽ എല്ലാ കാര്യങ്ങളും അലൈൻ ആയിട്ട് വരും. ഓക്കെ, കറക്റ്റായിട്ട് വരും, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, ഇപ്പോൾ ജനുവരി നിങ്ങൾക്ക് പോസിറ്റീവ് മന്ത് ആണ്. ഓക്കെ, പേഴ്സണെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ ഇരിക്കാതിരിക്കുക. ഓക്കെ, പ്ലീസ് നിങ്ങളുടെ ലൈഫ് നോക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, നിങ്ങളുടെ ഗ്രോത്ത് നോക്കുക. ഓക്കെ, ആ പേഴ്സൺ വന്നോളും, തീർച്ചയായിട്ടും അപ്പോൾ വരും അവർ. ഓക്കെ, അത് മനസ്സിലാക്കാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.